ഹായ് വെൽക്കം ബാക്ക് ടു ഫാഷൻ മേക്ക് ഡിസൈൻസ്. ഒരു ഫുൾ കോട്ടൺ ഹെക്കോബ ഫാബ്രിക്കിൽ വരുന്ന ഒരു കളക്ഷനാണ് നമ്മൾ കാണുമ്പോൾ. എല്ലാം നല്ല കളർഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഇതുണ്ടോ കോട്ടൺ ഹെക്കോബ ഡിസൈൻ, ചെറിയ ചെറിയ കട്ടുകൾക്കും അതിൽ ചെറിയ മിറേഴ്സ്, പ്ലാസ്റ്റിക് മിറേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. സിമ്പിളായിട്ട് നിൽക്കുന്ന ഒരു കാറ്റലോഗാണ്. പ്യോർ കോട്ടൺ ഫാബ്രിക്കിലാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഫസ്റ്റ് വൺ വയലറ്റ് കളർ ഷെയ്ഡ്. പിന്നെ എപ്പോഴും പറയുന്നതാണ്, എന്നാലും എല്ലാവർക്കും അത്രയും മനസ്സിലാവില്ല. നമ്മൾ കോട്ടൺ ഫാബ്രിക്സ് എല്ലാം നമ്മുടെ മെറ്റീരിയൽ മാത്രമല്ല, അതിപ്പം എല്ലാ ഷോപ്പിലും ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, കോട്ടൺ മെറ്റീരിയൽസ് വാഷ് ചെയ്യുമ്പം സെപ്പറേറ്റ് വാഷ് ചെയ്യുക. ഇതെല്ലാം നമ്മൾ ഡൈ ചെയ്ത് ആണ് കോട്ടൺ മെറ്റീരിയൽസ് ഇങ്ങനത്തെ കളറാക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ വാഷ് ചെയ്യുമ്പം മൊത്തവും കളറും പോകില്ല, ഓവറായിട്ടുള്ള കളറ് ഫസ്റ്റ് വാഷിൽ എങ്ങനെയാണേലും പോകും. അപ്പം സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യുക എപ്പോഴും. കോട്ടൺ മെറ്റീരിയൽസ് എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ ആയിട്ട് മിക്സ് ചെയ്ത് വാഷ് ചെയ്യാതെ സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യുക. അങ്ങനെയുള്ളവർ മാത്രം മാക്സിമം കോട്ടൺ മെറ്റീരിയൽസ് എടുക്കുക. നമ്മുടെ മെറ്റീരിയലിന് മാത്രമല്ല, അതായത് ഫാഷൻ വീക്കിൻ്റെ മാത്രം കാര്യമല്ല പറഞ്ഞാൽ, നിങ്ങൾ എവിടുന്ന് ഏത് ഷോപ്പിൽ നിന്നും കോട്ടൺ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്താലും സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യണം. നല്ല കളറായിട്ടിട്ട് നമ്മൾ ഡൈ ചെയ്തെടുക്കുന്നതായതുകൊണ്ട് ഫസ്റ്റ് വാഷിൽ ഓവർ എക്സസ് ആയിട്ട് നിൽക്കുന്ന കളേഴ്സ് പോകും. ചില കസ്റ്റമേഴ്സിന് അറിയത്തില്ല, അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ റിപ്പീറ്റ്ലി പറയുന്നത്. ചിലർ ഇവിടെയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിലും പർച്ചേസ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് എല്ലാ മെറ്റീരിയൽസും വൈറ്റിൻ്റെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വാഷ് ചെയ്യും. അത് കഴിഞ്ഞ് കളർ പോയെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എല്ലാത്തിലും ഞാൻ റിപ്പീറ്റ്ലി പറയുന്നത്, അറിയത്തില്ലാത്തവർക്ക് വേണ്ടി. അതും പ്യുവർ ഫാബ്രിക്കിൻ്റെ കാര്യം റിപ്പീറ്റ്ലി അതുകൊണ്ടാണ് പറയുന്നത്. ഇതാണ് എൻ്റെ ദുപ്പട്ട. ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ക്രഷ്ഡ് ഷിനോൺ ദുപ്പട്ട. അതിൽ വന്നിട്ട് മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തേക്കുന്നു. സാൻഡൂൺ ഫാബ്രിക്കിലാണ് ബോട്ടം. ഡാർക്ക് വൈൻ കളർ ഷെയ്ഡിലാണ് വരുന്നുണ്ട്. ഹോട്ട് കോട്ടൺ ഹെക്കോബ പാച്ചാണ്. നമുക്ക് ഒരുപാട് ഡിസൈൻസ് നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ എന്നും കാണിക്കുന്നതാണ്. എന്നാലും എങ്കിലും നമ്മൾ പറയും, ചിലവർക്ക് അറിയത്തില്ല, ചിലപ്പം ഫസ്റ്റ് ടൈം വാങ്ങിക്കുന്നവരായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ചിലപ്പം അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ, അറിയാവുന്നവർക്ക് ഓക്കെ, അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ റിപ്പീറ്റ്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിലപ്പം നമ്മളത് കാണുമ്പോൾ, ഡിസൈൻ കാണുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു പോകും. ബട്ട് കോട്ടൺ ആയതുകൊണ്ട് അറിയാലോ, സെപ്പറേറ്റ് ആയിട്ട് മാക്സിമം വാഷ് ചെയ്യുക. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് വിത്ത് സാൻഡൂൺ ഫാബ്രിക്കൽ ബോട്ടം. റെഡിഷ് മെറൂൺ കളർ ഷെയ്ഡിൽ ഇത് ക്രഷ്ഡ് ഷിനോൺ സ്ട്രെച്ചബിൾ ദുപ്പട്ടയാണ്. അതിൽ റിയൽ മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തേക്കുന്നു. ദുപ്പട്ടയിൽ ബാന്തിനി പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. എൻഡിലെ ടാസിൽസ് സാൻഡൂൺ ഫാബ്രിക്കിലാണ് ബോട്ടം. പിന്നെ റെഡ് കളർ ഷെയ്ഡാണ്. നല്ല വിത്ത് ലെങ്ത് കൊണ്ട് നമ്മൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരുപാട് ഡിസൈൻസ് കോട്ടൺ, അതായത് ഈ ഫാബ്രിക്കിൽ വരുന്ന വി ഷേപ്ഡ് നെക്ക് ആണെങ്കിൽ ഒരു 6-8 പ്രാവശ്യം നമ്മൾ റീസ്റ്റോക്ക് വന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അത് ഇനിയും വരുന്നുമുണ്ട്. അതൊക്കെ ഇതുപോലെ കളർ ചെയ്ത് ഡൈ ചെയ്തെടുക്കുന്നതാണ്. സോ അതുകൊണ്ടാണ് പറയുന്നത്, എപ്പോഴും വാഷ് ചെയ്യുമ്പം സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യുക. കളർ ഷെയ്ഡിലാണ് വരുന്നത്, സെയിം കളറിൽ തന്നെ വരുന്നത് ദുപ്പട്ട വിത്ത് സാൻഡൂൺ ബോട്ടം. ടീൽ ബ്ലൂ കളർ ഷെയ്ഡ്. രണ്ട് ബ്ലൂസും അടുത്തടുത്ത് കാണിച്ചത് കളർ അങ്ങനെ വ്യത്യാസം വരാതിരിക്കാനായിട്ടാണ്. എല്ലാം സെയിം കളറിൽ തന്നെയാണ് ടോപ്പ് ദുപ്പട്ട ബോട്ടം വന്നിരിക്കുന്നത്. കോട്ടൺ ഹെക്കോബ. റേറ്റ് 1295 വിത്ത് ഫ്രീ ഷിപ്പിംഗിലാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കളർ ഷെയ്ഡ്സ് ഉണ്ട്, ഒരുപാട് കളർ ഷെയ്ഡ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്കിത് വാട്സപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാം. താങ്ക് യു.